അല്ല ഞാനും ബൂക്കിയാണ് ചെറുതായിട്ട് മനസ്സിലായോ. ജോഗിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു കേസ്. ആരാ ജോഗി കഥ പറഞ്ഞു കൊടുക്കും. ജോഗി ആ കഥ പറ. എന്നാത്തിനാടാ പോയി ജോഗി പറഞ്ഞു എല്ലാരും കൂടി ഇത് കുത്തിയിരുന്നാണ് പറഞ്ഞത്. ആ, ഇരി, ഇരി, എല്ലാരും ഇരി, എല്ലാരും ഇരി, എല്ലാരും ഇരി. നിരന്നിരി. അമ്മച്ചി. ആ പറഞ്ഞാ കേക്കട്ടെ. ഇൻട്രസ്റ്റിംഗ്. എടാ അതെ ഞാൻ ഈ പണ്ട് 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 നമ്മൾ ഇവനെ വളർത്തുന്നതിന് മുന്നേ എടാ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കേക്കുന്നുണ്ടോ നീ? ഫ്ലോയിലിരുന്നതാ. എടാ നമ്മള് രാവിലെ ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോ അവള് മറ്റേ പുഴയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. ജലദേവതകളാണ്. ആമയൊന്നും അല്ലടേ, പൊങ്ങി വരൂല്ലേ രാവിലെ. ആ അങ്ങനെ പൊങ്ങി വന്ന് അവിടെ ഇരുന്ന് മറ്റേ എന്തോ പറയുന്നത് എന്നെ നോക്കി ചിരിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു വരുമ്പോഴത്തേക്ക് മറ്റേ സാരി കൊടുത്ത് അവിടെ നിൽക്കും. അങ്ങനെ 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 പല കുളികളും കണ്ട് കുളികളും കണ്ടെന്നല്ല അവളെ കണ്ട് അങ്ങനെ 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 ആയി. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവള് ഇഷ്ടമാന്ന് പറഞ്ഞു. ഒളിച്ചെന്നാ എന്ത് ഒളിച്ച്? ജോക്കി ഇങ്ങനെ ഒരു പ്രണയമൊക്കെ ഉണ്ടായിട്ടാണോ ജോക്കി പ്രണയത്തിനൊക്കെ എതിർത്ത് ഇത്ര നാൾ നിന്നേ? ജോക്കി എത്ര വർഷമായി? ജീവിത സാഹചര്യങ്ങൾ മനസ്സിലായോ? പിന്നെ അവസാനം എന്തായി ജോക്കി? അവസാനം നീ ആദ്യം പറഞ്ഞ് പറയട്ടെ. അവസാനം കൗണ്ടർ അടിക്കല്ലേ ജോക്കി? പെണ്ണിരിപ്പുണ്ടാ? ഇല്ല, അതാണ് അറിയേണ്ടത്. എന്താ പിന്നെ ഓളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു. പെണ്ണ് ചോദിച്ചപ്പോ പെണ്ണിന് എന്നെക്കാളും പ്രായം കൂടുതലായിരുന്നു. ആന്റി ലൂറാ 4 വയസ്സ് മുമ്പായിരുന്നു. 23 അവക്ക് 27. പ്രായത്തിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ജോക്കി? നമ്പർ ആണല്ലേ. പിന്നെ സുമതി അമ്മായി പോയി അങ്ങേരോട് സംസാരിച്ച്. എന്റെ അമ്മായി സുമതി അമ്മായി, എന്റെ സുമതി അമ്മായി. ഇത് വേറെ സുമതിയാണ്, ഇവര് സുമതിയല്ല. അമ്മായി പോയി 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അയാൾക്ക് പ്രായം പ്രശ്നമല്ല. മനസ്സിലായ? മനസ്സിലായി.
എടീ മറ്റേവന്റെ പേരെന്താ പുറകെ ഞെളിഞ്ഞിരിക്കുന്നത് ക്യാരറ്റും കൊണ്ട് ലെക്സ്. എടാ പിന്നെ ഇതിനകത്ത് പല അവീതങ്ങളും ഞാൻ അറിഞ്ഞു. ബാല കൊണ്ട് എണ്ണിട്ടാണ്. എന്തോ തെറ്റ് ജോക്കിയാണ്. എടാ നിനക്ക് നിന്റെ പ്രശ്നം എന്തൊരു ഇന്ന് ബീച്ച് സൈഡിൽ നിക്കാൻ നേരം ഒരു കൊച്ചു വന്ന് എന്റെ മുന്നിടെ കൈ ഇട്ടിട്ട് മാമ മാമ അറിയൂ ആരാ പെണ്ണ്? മീനുകുട്ടി ആ ഞാൻ ചോദിച്ചു ആരാന്ന് ഇങ്ങനെ പറഞ്ഞു. ജോക്കിയാണ് അതേ ബാലന്റെ മോളല്ല, ബാലന്റെ മോള്, ബാലന്റെ. ആ ബാലന്റെ മോള്. ആ എന്റെ സ്വന്തം അല്ല ജോക്കിയാണ്. ആ ഞാനിങ്ങനെ അല്ലേ അറിയാലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ചന്ദ്രൻ ഒരു കുഞ്ഞായി അതാ എന്റെ അല്ലാന്നാ പറയുന്നത്. നിനക്ക് ഒരു കുഞ്ഞായി നിന്റെ അല്ലാന്നാ പറയുന്നത്. അല്ല ഇതൊക്കെ പിന്നെ അല്ലെങ്കിൽ പിന്നെ എടുത്ത് തലയിൽ വെക്കുന്ന എന്തിനാ? ജോക്കിയുടെ മടിയിൽ കിടക്കുന്ന ഈ തല ജോക്കിക്ക് ആരെങ്കിലും ആയോണ്ടാണോ ജോക്കി എടുത്ത് തല വെച്ചേ? ഓ അല്ലല്ല അങ്ങനല്ല, അതല്ല. ഇത് കാണുന്നവർക്ക് മൊത്തം ഇങ്ങനെ നമ്മളെന്ന് അടിക്കണം. ആ സമയം ഗ്യാങ് ഒന്നും ഇല്ലല്ലോ. നമ്മളെ ഗ്യാങ്ങിൽ കയറുന്നവർക്ക് ഈ പെണ്ണ് കുട്ടികള് ഇതൊക്കെ സത്യം പറഞ്ഞൊരു ബാധ്യതയാണ് ബാല. എടാ ഇതിനകത്ത് വേറെ ആർക്കെങ്കിലും അവീതം ഉണ്ടോടാ? ഇല്ല ജോക്കിടം പറഞ്ഞിരുന്നത് എനിക്ക് അവിഹിതം ഉണ്ടെന്നാണോ? പിന്നെ എനിക്ക് അതൊന്നുമില്ല. ഒരു കൊച്ചുള്ളത് അവിഹിതമൊന്നുമില്ല. പിന്നെ പിന്നെ കൊച്ചിന് അമ്മയില്ലേ? ഇല്ല അല്ല, കൊച്ചിന് അമ്മയില്ല. അമ്മയെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്തോ ചെയ്യാന്ന് ചോദിക്കുന്ന അച്ഛനും അമ്മയായിട്ട് ഞാൻ തന്നെ നിൽക്കാന്ന് വിചാരിച്ചു. ആരും ഇല്ലാത്തവർക്ക് അഭയം കൊടുക്കുന്നത് ഞങ്ങള് ജോക്കിയെ കണ്ടല്ലേ ജോക്കി പഠിച്ചത്. ആ പക്ഷെ അഭയം കൊടുത്ത് തലയിലാ വരുന്നത്, മനസ്സിലായ? എസ്പെഷ്യലി പിള്ളേര് പെൺപിള്ളേര്. നമ്മളെ ഈ ഗ്യാങ്ങിന് ഒരു പോളിസി ഉണ്ട്. നമ്മള് ഇതിനകത്ത് സത്യം പറഞ്ഞ ഇതിനകത്ത് ഏറ്റവും വിഷം ഞാനിപ്പോ ഒരുത്തനെ കിക്ക് ചെയ്യാൻ പറഞ്ഞ നീ കിക്ക് ചെയ്യൂ വാസു? ഇതിനകത്തൊന്നും ഒരുത്തനെ കിക്ക് ചെയ്യത്തില്ലല്ലോ ജോക്കി. ഇതിനകത്ത് ഒരുത്തനെ എങ്ങനെയാണ് കിക്ക് ചെയ്യാൻ പറ്റണേ ഇതിനകത്ത് നീ? അല്ല ഗിരി എടാ സത്യം പറഞ്ഞുണ്ടല്ലോ ഗിരി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നമ്മുടെ TVIക്ക് ഈ 3 അക്ഷരത്തിന് വിലയുണ്ട്. നീ ഒരുമാതിരി ഇല്ല പാപ്പാന്നും വിളിച്ചിട്ടില്ല വണ്ടി കറങ്ങി നടക്കുന്നത് എന്ത് ഇന്നലെ ഒരുത്തം കണ്ടപ്പോ ചോദിക്കുക, എടാ നിങ്ങളെ വട്ടൻ എന്ത് ചെയ്തു? ഞാൻ ആരെ ഞാൻ പറയണം? ആരെയാണെന്ന് വിളിച്ചാൽ ഞാൻ സംസാരിക്കണ്ടേ? തീരെ പറ്റി അല്ലത് പറഞ്ഞത്, കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഗിരി ഈ ഒറ്റയ്ക്ക് നടപ്പ് ഒറ്റയ്ക്കിരുത്തൊന്നും പാടില്ല, മനസ്സിലായോ? മോശ വന്ന ആളെത്തി. ഫോൺ ഓഫായോ? അണ്ണനെ ഒരു സാധനം തരാം, അത് വെച്ച് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. എന്റെ ഉണ്ട് പവർ ബാങ്ക് കേട്ടാ. എന്റെ ഞാൻ സഹായിക്കാന്ന് വിചാരിച്ചപ്പോ എടാ പവർ ബാങ്കിന്റെ ചാർജ് എടാ ഞാൻ ഒരു പെണ്ണ് കെട്ടിയാലെന്ന് ആലോചിക്കുക. വെരി ഗുഡ് ഡിസിഷൻ. നിനക്കൊക്കെ സന്തോഷം വരുന്നത് എനിക്കറിയാം. ഇപ്പൊ വേണ്ട ഏട്ടാ, ഇപ്പൊ വേണ്ട. ഇപ്പൊ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ വേണ്ട കാരണം ഇപ്പൊ നമുക്ക് ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങളൊക്കെ നോക്കാനില്ലേ ജോക്കി? അപ്പൊ എങ്ങനെയാണ് പെണ്ണ് കെട്ടിയാ ശരിയാവുന്നത് ജോക്കി തന്നെ പറ. എടാ ഇത് ഞാൻ പ്രായം കൂടിക്കൊണ്ടിരിക്കുവാന്നേ. പിന്നെ എന്റെയോ നോക്കാൻ ഒരാള് വേണ്ടേ? ആയ കാലത്ത് കിട്ടിയതുമില്ല, കിട്ടിയ പെണ്ണ് പോവുകയും ചെയ്ത് പിന്നെ എന്റെ കൂടെ വരുന്നതൊക്കെ നമ്മുടെ കേവിയുടെ സുമതമ്മയാക്കിയ. ഇല്ല ജോക്കി, സത്യം പറഞ്ഞ ജോക്കി ഒരു 10 ദിവസം രാത്രി സിറ്റി വന്നാ എല്ലാവർക്കും പെണ്ണ് സെറ്റ് ആവും. എല്ലാവർക്കും സത്യം കിട്ടാത്ത എനിക്ക് വേണ്ട. എന്നിട്ട് സാവേജിന് കിട്ടിയില്ലല്ലോ. അതെന്താ? ഇതിനെയൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞ റോൾ മോഡൽ. എണ്ണയൊക്കെ തേച്ച് ചപ്പിയ മുടി 8 മാസത്തിലും കഴുത്തി അരിഞ്ഞാണോ ഒക്കെ നടക്കുന്ന നോക്കുവേ. പെണ്ണുമില്ല ഒന്നും. സ്നൈപ്പ് ഇൻ സിറ്റി എന്നൊരു കാത്തു പെണ്ണിട്ടേക്കുന്ന ആര്? ഞാൻ നേരത്തെ ഒരു പിക്ക് അയച്ചിരുന്നില്ല, അത് തന്നെ. അവന്റെ ഗേൾഫ്രണ്ട് ആണോടാ? എന്തൊരു ഇതുകൊണ്ടാ ഞാൻ പ്രേമിക്കാത്ത സത്യം പറഞ്ഞ. ഇതുകൊണ്ട് എനിക്ക് ഈ ക്രിഞ്ച് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക്
എടാ ഹരി ഈഗിൾ ബ്രോ എടാ, പൂച്ചക്കുട്ടിയുടെ അക്കൗണ്ടിൽ ഇപ്പൊ 4622 വന്നിട്ടുള്ളൂ. ഞാൻ എന്തോ പറയാൻ അക്കൗണ്ടിന് അയക്കാൻ പറ്റാത്തതിന്റെ വല്ല സീനാണോ അതോ ഫണ്ട് വരാത്തയാണോന്ന് അറിഞ്ഞൂടാ. ഒന്ന് ജസ്റ്റ് ഒന്ന് check. അക്കൗണ്ടിൽ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക ഗൈസ്. നിങ്ങൾ 23,000 പേര് ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു 10 രൂപ വെച്ച് അയച്ചാൽ മതി ഗൈസ്. 10 രൂപ വെച്ച്. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ. പുതിയ അക്കൗണ്ട് നമ്മൾ പിൻ ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കൂടാ. അത് പിൻ ചെയ്തിട്ടില്ല. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാത്തയാ. ഈഗിൾ ബ്രോ മറ്റേ ആ കണ്ണിന്റെ ഐ ബട്ടൺ ഞെക്കിയാ മതി, അപ്പൊ വരും. ചാനലുണ്ട് ഗൈസ്. ഒന്ന് ഇത് ചെയ്യുമോ ഗൈസ്? നിങ്ങളെ കൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. സോ ഒന്ന്